ഹലോ മലയാളീസ്. കേരളത്തിലെ തദ്ദേശ ഭരണമാണ് നാട്ടിലെ വികസനത്തിന്റെ അടിസ്ഥാനം. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ജനങ്ങളെ ജീവിതത്തിലെ നേരിട്ട് സ്വാധീനിക്കുന്ന ഭരണ സംവിധാനങ്ങളാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നല്ലൊരു സാന്നിധ്യം നേടാൻ അവരെ കൊണ്ട് പറ്റിയോ? 941 ഗ്രാമപഞ്ചായത്തുകളിൽ 321 എണ്ണവും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 38 എണ്ണവും 14 ജില്ലാ പഞ്ചായത്തുകളിൽ വെറും 3 എണ്ണവും മാത്രമേ അവർക്ക് നേടാൻ സാധിച്ചുള്ളൂ. ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്റെ ചോദ്യം ഇതാണ്: ഈ പഞ്ചായത്തുകളിൽ യഥാർത്ഥ വികസനം നേടിക്കൊടുക്കാൻ കോൺഗ്രസിന് പറ്റിയോ? കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കിടയിൽ ചില പഞ്ചായത്തുകളിൽ മാത്രം അവർ കൊണ്ടുവന്ന് ചെറിയ ചെറിയ റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, 3-4 പാലങ്ങൾ, അത്രയും മാത്രം. ജനങ്ങളുടെ ജീവിതം മാറുന്ന പദ്ധതി ഒന്നും തന്നെ കോൺഗ്രസ് കൊണ്ടുവരുന്നില്ല. UDF ഭരണത്തിലുള്ള പഞ്ചായത്തുകളിൽ വികസനം ഭാഗികം മാത്രം. പല ഗ്രാമങ്ങളിലും ഇന്ന് കുഴിയുള്ള റോഡുകൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട പൊതുസ്ഥലങ്ങൾ. എന്താണ് യഥാർത്ഥം? അവർ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നില്ല. എന്തുകൊണ്ട്? LDF ഗവൺമെന്റ് തരുന്ന വികസനങ്ങളോട് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ചെയ്താൽ പോലും ആ ക്രെഡിറ്റ് അവർക്ക് കിട്ടുകയില്ല എന്നുള്ള ഭയം. പക്ഷേ സ്വന്തം മണ്ഡലത്തിലെ റോഡിലെ കുഴിയിൽ പേപ്പർ ബോട്ട് ഉണ്ടാക്കി വിട്ട് ആഘോഷിക്കാൻ ചില കോൺഗ്രസ് MLA-മാർക്ക് അറിയാം. അവർക്ക് നട്ടലില്ല എന്ന് അവർ തന്നെ തെളിയിക്കുന്നു. മറുവശത്ത് LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പല വികസനങ്ങളും നമുക്ക് കാണാം. പച്ചക്കറി മാർക്കറ്റുകൾ, സ്കൂൾ നവീകരണം, ജലശുദ്ധീകരണ പ്ലാന്റുകൾ, അങ്ങനെ പലതും. കോൺഗ്രസുകാർ യോഗങ്ങളിലും രാഷ്ട്രീയ കളികളിലും സമയം കളയുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നു, നമ്മുടെ ഗ്രാമത്തിന്റെ യഥാർത്ഥ വികസനം എപ്പോഴാണ് തുടങ്ങുക? 321 ഗ്രാമപഞ്ചായത്തുകളും 38 ബ്ലോക്ക് പഞ്ചായത്തുകളും 3 ജില്ലാ പഞ്ചായത്തുകളും ജനങ്ങൾ അവർക്ക് നൽകിയ വിശ്വാസത്തെ അവർ തുല്യവിലയായി കാണുന്നു.